ബുള്ളറ്റ് ഡയറീസ് എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിട്ടുള്ളത് ധ്യാൻ ശ്രീനിവാസൻ, റിഞ്ചി പണിക്കർ, നൈല ഉഷ, പ്രയാഗ മാർട്ടിൻ, അൽതാഫ് സലീം, ജോണി ആൻ്റണി എന്നിവരൊക്കെയാണ് കേട്ടോ. സംവിധാനം ചെയ്തിരിക്കുന്നത് സന്തോഷ് മണ്ടൂറാണ്. ഒരു ബുള്ളറ്റ് പ്രേമികൾക്കും കാണാൻ പറ്റിയ ഒരു പടമാണ്. അവർക്ക് ഈ സിനിമ ഉറപ്പായിട്ടും കണക്റ്റാവും. കാരണം അതിൻ്റെ ഒരു ബുള്ളറ്റിൻ്റെ ഒരു ബേസ് ചെയ്തിട്ട് പോകുന്ന ഒരു സ്റ്റോറിയാണ്. വട്ടിപ്രാന്തന്മാർക്കും ബുള്ളറ്റിനെ സ്നേഹിക്കുന്ന ഒരാൾക്കാർക്കും ഉറപ്പായിട്ടും കണക്റ്റാവും. ഓക്കെ, അപ്പം വണ്ടിപ്രാന്തനൊന്നുമല്ല, പക്ഷേ എന്തോ എനിക്കിഷ്ടപ്പെട്ടു. ഓക്കെ, ഒരു ട്രെയിലറൊക്കെ കണ്ടപ്പോൾ അത്യാവശ്യം കൊള്ളാമായിരുന്നു. അങ്ങനെ പോയി ടിക്കറ്റ് എടുത്തതാണ്. പക്ഷേ 150 രൂപ കൊടുത്തപ്പോൾ എനിക്ക് ഈ പടം വെർത്തായിട്ടുണ്ടോ കേട്ടോ. പെർഫോമൻസ് രഞ്ജി പണിക്കർ നന്നായിട്ടുണ്ടായിരുന്നു. ആ സെക്കൻഡ് ഹാഫിൽ ഒരു ഇമോഷണൽ രംഗമുണ്ട്. അതൊക്കെ വളരെ മനോഹരമായിട്ടാണ് പുള്ളി കാഴ്ചവെച്ചിട്ടുള്ളത്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രയാഗ മാർട്ടിൻ നല്ലൊരു ക്യാരക്ടറായിരുന്നു, അത്യാവശ്യം കൊള്ളായിരുന്നു. പിന്നെ ധ്യാൻ ചേട്ടൻ അതുപോലെ തന്നെ പ്ലെയിൻ. അത് ധ്യാൻ ചേട്ടൻ്റെ കോമഡി അങ്ങനെയൊന്നുമില്ല, സാധാരണ ഒരു പാവമനുഷ്യൻ. ആ ഒരു ക്യാരക്ടറാണ് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അൽത്താഫിൻ്റെ കുറച്ച് കോമഡി, അവിടെ ഇവിടെയൊക്കെ ഒരു കോമഡി രംഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ നല്ല രീതിയിൽ ചിരിക്കാൻ പറ്റും. ഓവറായിട്ടുള്ള കോമഡിയൊന്നുമില്ല കേട്ടോ സിനിമയിൽ. ഫുൾ ഒരു മിതമായിട്ടുള്ള കോമഡി. പിന്നെ ബുള്ളറ്റിനെ ആ ഒരു രീതിയിൽ പറഞ്ഞു പോകുന്ന ഒരു സ്റ്റോറിയാണ്. ഷാൻ റഹ്മാൻ്റെ മ്യൂസിക് നല്ല രീതിയിൽ എനിക്ക് തിയേറ്ററിൽ നല്ലൊരു അനുഭവമാണ് തന്നത്. നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. കുറേ 2-3 പാട്ടുകളുണ്ട്. പിന്നെ BGM സ്കോർ അതും വളരെ മനോഹരമായിട്ടാണ് BGM സ്കോറൊക്കെ അതിൽ ചെയ്തിട്ടുള്ളത്. എന്താ പറയുക, നല്ലൊരു സിനിമ. ഭയങ്കര വലിയ സിനിമയൊന്നും അല്ല, 2 മണിക്കൂർ ഒരു കുഞ്ഞു സിനിമ. അങ്ങനെ ആ ഒരു രീതിയിൽ പോയി കാണുക.